ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ്. നമുക്ക് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ചിരട്ടപ്പുട്ടില്ലേ അതിൻ്റെ മൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് ബ്രെഡിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ആ വൈറ്റ് പോർഷനില്ല അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ താഴത്തേക്ക് പോയിട്ട് ഇങ്ങനെ കട്ടായി കിട്ടും. നമുക്കത് കറക്റ്റ് റൗണ്ടിൽ നമുക്ക് ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ പോർഷനില്ലേ അതെടുത്ത് മാറ്റാം. അതൊക്കെ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് നമുക്ക് ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് അടർത്തി എടുക്കണം. അപ്പോൾ പതുക്കെ നമുക്ക് ഗ്യാപ്പ് ഒന്നും വരാണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കാം. ഇതേപോലെ പതുക്കെ എടുക്കുക. കണ്ടില്ലേ, നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. ഹോൾസ് ഒന്നുമില്ല, നല്ല പ്രസ്സായിട്ട് തന്നെ അത് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ എത്ര എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 4 എണ്ണം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് പാത്രത്തിൻ്റെ മൂടി വെച്ചോ എന്ത് വെച്ചോ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പുട്ടിൻ്റെ ഇതന്നെ വേണമെന്നില്ല, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസും മുട്ട ബീറ്റ് ചെയ്തതും വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് വേണം ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഫസ്റ്റത്തെ പോക്കറ്റ് എടുത്തിട്ട് അതിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ കോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ കട്ട്ലൈറ്റിനൊക്കെ കോട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ചുറ്റും എല്ലായിടത്തും ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ക്രിസ്പി കിട്ടും, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിത് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 3 എണ്ണം കൂടെ കോട്ട് ചെയ്തെടുക്കാം. മുട്ടയിൽ ഡിപ്പ് ചെയ്യാം, ബ്രെഡ് ക്രംസിൽ മുക്കാം, എന്നിട്ട് അതേപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ 4 പോക്കറ്റ്സും അതേപോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പോക്കറ്റ്സ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെക്കാതിരിക്കാൻ നോക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് കരിഞ്ഞു പോവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ബ്രൗൺ ആവണം. നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ 4 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗള് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഹാഫ് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി വേണ്ടത് ഒരു ഹാഫ് ക്യാരറ്റാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നമുക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം. ക്യാബേജൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്താൽ. ഞാനിപ്പോൾ ക്യാരറ്റും കുക്കുംബറും മാത്രം എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എന്തൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം. മയോണൈസും എന്തോരം വേണമെന്ന് വെച്ചാൽ അതിന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അത് ഞാനിങ്ങനെ കൈകൊണ്ട് പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ. എന്നിട്ട് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പോക്കറ്റ്സ് ആയിട്ട് ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പോക്കറ്റ്സ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഫില്ലിങ് എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് തന്നെ സെർവ് ചെയ്യാം. ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ക്രിസ്പിയൊക്കെ പോണതിന് മുമ്പ് നമ്മൾ കഴിച്ച് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൊടുക്കുക. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.